ആർ രഘുനാഥൻ CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായി. TR രഘുനാഥനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും അറിയിച്ചു. AV റസലിന്റെ പിൻഗാമിയായാണ് TR രഘുനാഥൻ എത്തുന്നത്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് റസലിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവന്ന CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ TR രഘുനാഥനെ ഐകണ്ഠേന ജില്ലാ സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് വലിയ ചുമതലയാണ്. സഖാവ് റസൽ കോട്ടയം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടുറപ്പോടെയും ദീർഘവീക്ഷണത്തിലൂടെ നയിച്ച സഖാവാണ്. മുൻ ജില്ലാ സെക്രട്ടറിമാരെല്ലാവരും തന്നെ അത്തരത്തിൽ വളരെ സജീവമായ പ്രവർത്തനം സംഘടിപ്പിച്ചവരാണ്. അത് തുടരണം എന്നാണ് ആഗ്രഹം. ഷിനോജ് ST വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, കോട്ടയത്ത് നിന്നും പുതുതായ സംസ്ഥാന സമിതിയിലേക്ക് എടുക്കപ്പെട്ട ആളാണ്. മാത്രവുമല്ല 3 പതിറ്റാണ്ടിലെ തൊഴിലാളി പ്രസ്ഥാനത്തിനൊപ്പം നിന്നു. CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അങ്ങനെ പ്രധാനപ്പെട്ട ചുമതലകളിലൊക്കെ ഇരുന്ന ആളാണ് റസലിന്റെ പിൻഗാമിയായി എത്തുന്നത്. ഷിനോജ് അല്ലേ? തീർച്ചയായും അപ്രതീക്ഷിതമായി ഒന്നും തന്നെ സംഭവിച്ചില്ല. നേരത്തെ തന്നെ പ്രതീക്ഷിതമാണ് TR രഘുനാഥൻ തന്നെ CPMന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി എത്തുമെന്ന് നേരത്തെ തന്നെ ഏകദേശം സൂചനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ രഘുനാഥനെ സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സംസ്ഥാന സെക്രട്ടറിയിൽ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രഘുനാഥൻ തന്നെയാകും പാർട്ടിയെ AV റസലിനെ പിൻഗാമിയായി നയിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച വ്യക്തതകൾ നേരത്തെ തന്നെ വന്നതാണ്. എന്തായാലും ഇന്ന് 4 മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി ആസ്ഥാനത്തെത്തി. തുടർന്ന് ഈ വിവരം സംസ്ഥാന സെക്രട്ടറിയിൽ എടുത്ത വിവരം ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റിലും തുടർന്ന് ജില്ലാ കമ്മിറ്റിയിലും അറിയിച്ചു. അതോടുകൂടിയാണ് ഇത് ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും AV റസലിൻ്റെ പിന്മുറക്കാരനായി TR രഘുനാഥൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റസലിനെ പോലെ പിൻഗാമിയായതുപോലെ തന്നെ പാർട്ടി കേഡറായിട്ടുള്ള സംഘടനാ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഒപ്പം നിന്നിട്ടുള്ള നേതാവാണ് TR രഘുനാഥനും. അതുകൊണ്ട് തന്നെ മികച്ചതായി തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ട് നയിക്കാൻ രഘുനാഥന് കഴിയുമെന്ന ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സമിതിയും ജില്ലാ കമ്മിറ്റിയും ഒരുപോലെ തന്നെ ഈ യോഗത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SFIയിലൂടെ കൂടിയാണ് രഘുനാഥൻ പാർട്ടി പ്രവർത്തനം സംഘടനാ പ്രവർത്തനമൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷം കോട്ടയം ബസീലിയസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ തുടങ്ങി പല DYFI SFIയിലും ഒക്കെ പ്രവർത്തിച്ച് അതിനുശേഷമാണ് CPMന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി TR രഘുനാഥൻ എത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ